ഇന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമാണ്. ഭാഷകളെ ആദരിക്കാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് ഊർജ്ജം പകരുകയെന്നതാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്ത അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിന്റെ ലക്ഷ്യം. ബഹുഭാഷാ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള യുവശബ്ദങ്ങൾ എന്നതാണ് ഈ വർഷത്തെ ദിനത്തിന്റെ പ്രമേയം. എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ. ഇന്ത്യ പാക് വിഭജനത്തിന് മുൻപ് നടന്നൊരു ഭാഷാ പ്രതിഷേധമാണ് മാതൃഭാഷാ ദിനമെന്ന ആശയത്തിലേക്ക് എത്തിയത്. ബംഗാളി ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിലാണ് ആ പ്രക്ഷോഭം നടന്നത്. കിഴക്കൻ പാകിസ്ഥാനിൽ ഭൂരിപക്ഷം പേരും ബംഗാളിയാണ് സംസാരിച്ചിരുന്നതെങ്കിലും ഔദ്യോഗിക ഭാഷ ഉറുദു ആയിരുന്നു. ഇതിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ പോലീസിന്റെ വെടിയേറ്റ് സമര നേതാക്കൾ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. മാതൃഭാഷയ്ക്കായി ജനത ജീവൻ ബലിയർപ്പിച്ച അപൂർവമായ ഈ കാഴ്ചയുടെ ഓർമ്മ പുതുക്കാൻ 1999 യുനെസ്കോ ആണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. ഐക്യരാഷ്ട്രസഭ പിന്നീട് അത് അംഗീകരിച്ചു. മലയാളമാണെന്റെ മാതൃഭാഷ, മധുവൂറും സംഗീത ഭാഷ. സംസ്കാരങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപാധിയാണ് ഭാഷകൾ. ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ലോകത്തിന്ന് 8324 ഭാഷകളാണ് ഉള്ളത്. ഇതിൽ 7000-ഓളം ഭാഷകൾ ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഒരു ഭാഷ ലോകത്തു നിന്നില്ലാതാകുന്നുണ്ട് എന്നാണ് യുനെസ്കോ പറയുന്നത്. ബഹുഭാഷാ വിദ്യാഭ്യാസം നടപ്പാക്കുന്ന സമൂഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു പുറമെ ന്യൂനപക്ഷ തദ്ദേശീയ ഭാഷകളെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളും നാം ശക്തമാക്കേണ്ടതുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.